ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. രാവിലത്തെ കുറച്ച് സമയം അത് എനിക്ക് എൻ്റെ സമയമായിട്ട് യൂസ് ചെയ്യും കേട്ടോ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് അങ്ങനെ ഞാൻ ഫോണിൽ കുറച്ച് റീൽസ് കാണാനോ അല്ലെങ്കിൽ കമൻസിന് റിപ്ലൈ കൊടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ സ്വന്തം സമയമായിട്ട് കണക്കാക്കും കേട്ടോ. പിന്നെ എനിക്ക് കിച്ചണിക്ക് ഇറങ്ങിയാൽ പിന്നെ ഫോൺ എടുക്കാറില്ല കേട്ടോ. ഫോൺ എടുത്താൽ നമ്മളെ സമയം പോകും. കിച്ചണിക്ക് ഇറങ്ങിയാൽ പിന്നെ ഓരോരോ ഡ്യൂട്ടി ആയിട്ട് പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങി ഫ്രീ ആയതിൻ്റെ ശേഷം പിന്നെ ഫോൺ എടുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഇതാ പുട്ടും കടലക്കറി കേട്ടോ. പുട്ടിൻ്റെ പൊടി അജ്മിയുടെ പുട്ടുപൊടിയല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ പച്ചരി കേകി ഉണക്കിയിട്ട് തരിയായിട്ട് പുട്ടിന് പൊടിച്ചതാട്ടോ. ആ പുട്ടൊന്നും നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ പൊതുവേ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല, പക്ഷേ ഈ പുട്ടെന്തോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കടലക്കറി എപ്പോഴും ഇതിക്ക് നമ്മൾ ആ മസാലക്കടലില്ലേ അതാണ് ഒന്നും കൂടെ ബെറ്റർ. പക്ഷേ ഞാനിപ്പോൾ വെള്ളക്കടലായിട്ടോട്ട് എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ട് സ്കൂൾക്ക് മക്കൾക്ക് അതിങ്ങനെ കറിയിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇന്ന് വെള്ളക്കടല വെള്ളത്തിലിട്ടത് കേട്ടോ. അങ്ങനെ ഇതാ കറി വെക്കലും പുട്ടിതാക്കലൊക്കെ കൂടെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ എൻ്റെ പുട്ടിയുടെ ഒരു ഭംഗി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഉള്ളി, തക്കാളി, ഉരുളൻകിഴങ്ങ്, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂടി ഇട്ടിട്ടേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു മിക്സിങ് ഉണ്ടല്ലോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ അധികം വെള്ളം വെക്കണ്ട കേട്ടോ. നമ്മൾ കുറച്ച് ആ ഒരു കടലയും ഇതിൻ്റെ ഒപ്പം വെള്ളം വെച്ചാൽ കേട്ടോ ഒരു പെർഫെക്റ്റായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുക. ഒരുപാട് വെള്ളം വെച്ചാൽ പെട്ടെന്ന് വേവാൻ പണിയായിരിക്കും. അങ്ങനെ പിന്നെ ആ ഒരു കടലൻ്റെ അതൊക്കെ എന്താ പറയുക അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല, ഒരു വെള്ളം കറി പോലെ തോന്നാറ് കേട്ടോ. പിന്നെ തേങ്ങ ഒന്നൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് ഇത് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചതാട്ടോ. ഇപ്പോൾ ഇതുണ്ടല്ലോ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ മിക്സ് അധികം ഒരുപാട് തേങ്ങ അരക്കൊന്നുമില്ല, ഒരു മുറി ഏറിപ്പോയ 1.5 മുറി അത്രേ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നുണ്ടല്ലോ റസമോള് സ്കൂൾക്ക് പോകണില്ല കേട്ടോ. അവൾക്ക് നല്ല പനിയുണ്ട്, പിന്നെ വയറുവേദനയും അതേപോലെ ആൾക്ക് നല്ല ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മിസ്സ് പറഞ്ഞ് ഇന്ന് പറഞ്ഞയക്കേണ്ട, ഇന്നലെ സ്കൂളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഫുൾ ടൈമും. അപ്പോൾ ഇന്നൊന്ന് ഡോക്ടറെ കാണിച്ചാൽ പറഞ്ഞിട്ട് അപ്പോൾ മോളൊന്ന് പറഞ്ഞയക്കണില്ല. പിന്നെ ഇലു ഒന്ന് കൂടല്ല കേട്ടോ. ഇലുവിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിക്കുന്നു. അപ്പം നീവു ഒറ്റക്കാട്ടാ സ്കൂളിൽ പോണേ. അപ്പം അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഇല്ലാതില്ല. പിന്നെ ഒരു ഒറ്റക്ക് ആദ്യമായിട്ടാണ് ഇവ ഒറ്റക്ക് പോണത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലാട്ടാ ആള്. സ്കൂളിൽ ഒറ്റക്ക പോണ് പേടിയുണ്ട് എനിക്ക്. കുടിക്കലും ഒരു കുട്ടി ജനിച്ചാൽ നമ്മളുടെ ആദ്യത്തെ ആഗ്രഹം എൻ്റെ കുട്ടിയൊന്ന് ഇരുന്നിരുന്നെങ്കിൽ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയൊന്ന് നടന്നിരുന്നെങ്കിൽ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഉമ്മ നിന്നെ വിളിച്ചിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കളിങ്ങനെ വലുതാവും തോറും നമുക്ക് ആഗ്രഹങ്ങൾ ഓരോന്ന്. പക്ഷേ വലുതായി സ്കൂൾക്കൊക്കെ പോകാനുള്ള സമയമാകുമ്പോൾ വിചാരിക്കും എൻ്റെ കുട്ടി എന്തിനാറപ്പം എത്രയും പെട്ടെന്ന് വലുതായത് എന്ന്. കാരണം അവർ പോയി വരുന്നവരെ നമുക്കൊരു എന്താ പറയുക മക്കളുണ്ടായിങ്ങാണ്ട് പിന്നെ മക്കളില്ലാത്ത ആ ഒരു ഒച്ചപ്പാടും കാര്യമൊന്നുമില്ല, ഭയങ്കര സങ്കടട്ടാ. പുട്ടുണ്ടല്ലോ കറി ഏത് നല്ല അടാറ് കറി ആയാലും ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടം. ഞാനും ഇളച്ചിയോളും കുഞ്ഞിപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ടിൽ ഇതേപോലെ കുഞ്ഞിപ്പായും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതേപോലെ കുഴച്ചിട്ട് തിന്നട്ടെ. അതിന് ഞങ്ങൾ തമ്മിൽ അടിയാണ്. കാരണം പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പുട്ട് ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടയ്ക്കാർ അത് എടുക്കാനും ഇത് കുഴക്കാനും. കാരണം അത്രയും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടാ ഈ ഒരു ഐറ്റം. ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിക്കൊണ്ടിട്ടാ. പിന്നെ ഇതിന് നിങ്ങൾ അഡിക്റ്റ് ആവും, അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടാ. അങ്ങനെ ഇന്നുണ്ടല്ലോ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു പുളിങ്കറി അങ്ങ് നീട്ടി വെക്കാമെന്നിട്ടാ. കുമ്പളങ്ങയും ചേനയൊക്കെ ഇട്ടിട്ട് വെക്കല്ലോ കറി. ഞാൻ കുമ്പളങ്ങയും ചേനയൊക്കെ നന്നായിട്ട് കൈക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുക്കറിൽ ഇടാറാട്ടോ ചെയ്യാറ്. ചേന ഉണ്ടെങ്കിൽ കുക്കറിലിടും, കാരണം ചേന അത്യാവശ്യം വേവുണ്ടല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ചട്ടിയിലാട്ടോ. കുമ്പളങ്ങ മാത്രമാണെങ്കിൽ ചട്ടിയിലാണ് വെക്കാറ്. ഇന്നിപ്പോൾ പോകാനും കൂടെ ഉള്ളതുകൊണ്ട്, കാരണം ബുക്ക് ചെയ്തപ്പോൾ 11:30 ആകുമ്പോഴത്തേനും എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ
ഒക്കെ കൂടെ കുക്കറിലിട്ടിട്ട് വെക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ പുളിങ്ങ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് പാർന്നിക്കുകയാണ്. അതേപോലെ ഒരു തക്കാളിയും 3-4 പച്ചമുളകും അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടൊക്കെ കേട്ടോ. ഞാനിങ്ങനെയാണ് പുളിങ്കറി വെക്കാറുള്ളത്. പിന്നെ തേങ്ങ അരക്കണിയിൽ ഇങ്ങനെ 3 മുളക് ഇടും കേട്ടോ. അത് നമ്മളെ വീട്ടിലുണ്ടായ മുളക് തന്നെയാണ്. അങ്ങനെ അതൊക്കെ കായം കൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് പറഞ്ഞതിന് ശേഷം ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ക്യാബേജ് ആട്ടോ ഉപ്പേരിക്ക്. പിന്നെ എന്തെങ്കിലും മുട്ട പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനുണ്ടല്ലോ എൻ്റെ 3 മക്കൾക്ക് എന്ത് അസുഖം വന്നാലും എയിംസിലുള്ള റിഷാദ് ഡോക്ടറായിട്ട് കാണിക്കുക. ഞങ്ങളൊരു ഫാമിലി ഡോക്ടർ എന്ന് തന്നെ പറയാം. എൻ്റെ ഹസിൻ്റെ നല്ലൊരു ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. ആളുണ്ടല്ലോ മെഡിസിൻ ഉറപ്പാ എന്ന ഘട്ടങ്ങളിൽ മാത്രമേ മക്കൾക്ക് മരുന്ന് എഴുതലുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ ചെറിയ പനി അങ്ങനത്തേനൊക്കെ അത്രയും ഡോസ് കൂടെ മരുന്നോ അങ്ങനെയൊന്നും തരില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല കംഫർട്ടാണ്. ഡോക്ടർ മക്കളോട് നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഡോക്ടറിന് ഭയങ്കര ഇഷ്ടമായിട്ടാ. ആളെന്ത് പറഞ്ഞാലും കേൾക്കൂട്ടോ. അപ്പോൾ ഡോക്ടർ പറയാനും ഫോണിന് അഡിക്റ്റ് ആവരുത്, ഫോൺ കൂടുതൽ യൂസ് ചെയ്യരുത്, നെക്സ്റ്റ് ടൈമിൽ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് ഫോണിലേക്ക് സെൻഡ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓളൊക്കെ ഓക്കെ പറഞ്ഞ് ഷീക്കാൻഡും കാര്യമൊക്കെ കൊടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞെങ്കിൽ ഫോൺ എടുക്കരുതെന്നും പറഞ്ഞില്ലേ? ഫോൺ എടുക്കരുത് പറഞ്ഞില്ലേ? ഡോക്ടർ നോ പറഞ്ഞ ഒരു കാര്യം പിന്നെ അവൾക്ക് ചെയ്യാൻ ഭയങ്കര സങ്കടം കേട്ടോ. എന്താണെന്ന് എന്നോട് ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ എന്താ പറഞ്ഞത്? ലൈസ് തന്നരുത് പറഞ്ഞ. പുത്തനത്താണി സുപ്രിയിലും സാർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ വൈകുന്നേരം 5 മണി മുതലാണ് തോന്നുന്നത്. കൂടുതലും OP മിംസിലാട്ടോ. അപ്പോൾ അവിടെ ലീവുള്ള ദിവസങ്ങളാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂടുതലും വരാറുള്ളത്. അല്ലെങ്കിൽ പുത്തനത്താണി തന്നെ കേട്ടോ കാണിക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇതാവുന്ന നെസ്റ്റോലും കൂടെ കയറി ചെയ്താലും ഈ വഴി വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വല്ല ഓഫറും ഉണ്ടോ വെച്ചിട്ട് കയറി നോക്കിയതാണ്. അപ്പോൾ ഓഫറും കൂടെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഓഫറാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. ജസ്റ്റ് ഒന്ന് നോക്കി. ചിലപ്പോൾ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലക്കുറവ് കാണാറുണ്ട്. പിന്നെ അതേപോലെ ടോപ്പിനൊക്കെ 199 രൂപേൻ്റെ ടോപ്പൊക്കെ നല്ല അടിപൊളി ടോപ്പുകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഓഫറും കാര്യങ്ങളൊന്നും അധികം ഇല്ല കേട്ടോ. പുറത്തിറങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും മസ്റ്റാ. ഇത് സുഖല്ല എനിക്ക്. സാൻഡ്വിച്ച് ഒന്നുമല്ല. പിന്നെന്താ? ഡെക്രോളും ലൈമും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.